മീഡിയ വൺഡേ വോട്ട് വഴിയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് സംവിധായകനും നടനും എഴുത്തുകാരനുമായ മധുപാലിൻ്റെ വീട്ടിലാണ്. തൻ്റെ അഭിപ്രായ പ്രകടനത്തിലും സിനിമയിലുമെല്ലാം കൃത്യമായ രാഷ്ട്രീയം വെച്ചു പുലർത്തുന്ന വ്യക്തി കൂടിയാണ് മധുപാൽ. മധുപാലേട്ടാ, എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് അടുത്തെത്തി. നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും പറയും വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് എന്ന്. പക്ഷേ ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു വോട്ടർ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന രീതിയിൽ എന്ത് ചുമതല വഹിക്കാനാവുന്ന ഒരു അൾട്ടിമേറ്റായിട്ട് ഞാൻ ശരിക്കും ഒരു സമ്മതിദായകനാണ്. അപ്പം ബാക്കിയെല്ലാം അതിൻ്റെ പുറത്തെടുത്തു. ഞാനിവിടെ ജീവിക്കുന്നത് നമുക്ക് വളരെ ശക്തമായ ഒരു ഭരണകൂടം അതിന് നമുക്ക് അനുവദിച്ചിരുന്ന സ്വാതന്ത്ര്യം, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രോഗ്രസീവായിട്ടുള്ള പ്രൊമോഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ് നമുക്ക് തരുന്നത് കൊണ്ടൊക്കെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പം നമ്മുടെ കടയിലേക്ക് പോകുമ്പോൾ നമ്മൾ വില കുറച്ച് സാധനം കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നു. ഇവിടെ ഉണ്ടാക്കുന്ന വസ്തുക്കൾ വില കുറച്ച് നമുക്ക് കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നു. നമ്മൾ കഴിക്കുന്ന അരി ഇവിടെ ഉണ്ടാക്കിയതാണോ എന്ന് അന്വേഷിക്കുന്നു. നമ്മുടെ കർഷകരുണ്ടാക്കുമ്പോൾ വസ്തുക്കളാണ് നമ്മൾ വാങ്ങിക്കുന്നത് എന്ന് പറയുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കർഷകരുണ്ടാക്കുന്ന വസ്തുക്കളൊന്നും കൃത്യമായ വിലയില്ലാതെ ഒരു തരത്തിലുള്ള അവരെ സംബന്ധിച്ചോളം അവരുടെ അധ്വാനത്തിന് പ്രതിഫലമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. അവരെ കൺസിഡർ ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴും സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ കാണുന്നത്. ഏറ്റവും താഴേക്കടയിൽ എടുക്കുന്ന ആൾക്കാരാണ് ബാക്കിയുള്ളവർ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനുള്ള അന്തരീക്ഷം അവർക്കുണ്ട്, സാമ്പത്തികമായിട്ട് മുന്നിലേക്ക് നിൽക്കുന്നത്. പക്ഷേ ഏറ്റവും താഴേക്കടയിലുള്ളവന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ അവൻ അധ്വാനിക്കുന്നുണ്ട്. ആ അധ്വാനത്തിൻ്റെ വില അവന് കിട്ടണമെന്നുണ്ട്. അപ്പോൾ അവൻ കിട്ടിയ വരുമാനം വെച്ചുകൊണ്ട് നഗരത്തിലെ വലിയ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടാണ് അവന് സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരുന്ന അവസ്ഥകളുള്ളത്. നമ്മുടെ റേഷൻ സിസ്റ്റം പ്രോപ്പറായിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അവിടെയും സാധനങ്ങളില്ല എന്ന് പറയുന്ന അന്തരീക്ഷം ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെയൊരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് മനുഷ്യൻ എവിടെ എങ്ങനെ ജീവിക്കണം, അപ്പോഴാണ് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് കഴിക്കാമെന്ന് തോന്നിച്ചാൽ പോലും ഇഷ്ടമുള്ളത് കിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ടോ. ഇഷ്ടമുള്ളത് കഴിച്ചതിൻ്റെ പേരിൽ മരണം സംഭവിക്കുന്ന അവസ്ഥകളുണ്ടാകും. അപ്പം ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് നിർണായകമായിട്ട് തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ് അക്ഷരാർത്ഥത്തിൽ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ. താങ്കൾ ഒരു കലാകാരനാണ്. ഇപ്പം ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ കണ്ടു. പക്ഷേ കഴിഞ്ഞ കുറച്ചിടെയായിട്ട് കലാകാരന്മാർക്ക് ഒരു സ്വതന്ത്രമായ ഒരു ആവിഷ്കാരം നടത്താനുള്ള ഒരു സ്പേസ് ഇവിടെയുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. കാരണം വെച്ചാൽ എന്തു പറയണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നുള്ളതല്ല പറയുന്നത്. നമ്മൾ പറയുന്നില്ല, നമ്മുടെ ജനാധിപത്യ വിശ്വാസത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരിക്കലും നിങ്ങളുടെ മൂക്കിൻ തുമ്പിലുള്ള അവസ്ഥയെ വരെ ഉള്ളൂ. അത് നിങ്ങളെ എതിർത്തുകൊണ്ടല്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, അതിനകത്ത് ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് എടുത്തു പറയാൻ എനിക്ക് പറ്റുമായിരുന്നു. അതൊന്നും പറയണ്ട, ഞങ്ങൾ പറയും, അത് നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയുന്ന ഒരു രീതി നമുക്ക് പറ്റില്ല. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ശരിക്കും വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ഏകാധിപത്യ, ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്താണോ ഇത് കൂടുതലായിട്ട് അനുഭവപ്പെട്ടത്? അല്ല, ഇപ്പോൾ നമ്മൾ പറയുന്നത് ശരിക്കും വളരെ ഞാൻ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത്. ഞാൻ വേറെ, നീ വേറെ. എൻ്റെ കൂടെ ആളുണ്ടെങ്കിൽ ആ ആളുകൾ മാത്രം വെച്ചിട്ട് നീ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നിന്നെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന, നീ പറയണ്ട, നീ അഭിപ്രായമൊന്നും പറയണ്ട, നിന്റെ വോട്ട് പോലും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു തരത്തിലേക്കാണ് യൂണിഫോം ഇട്ടിട്ടുള്ള ആൾക്കാർ പ്രധാനമന്ത്രിയുടെ പടയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സാധനങ്ങൾ നമ്മൾ കാണുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു ഭയം എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചോളം സാധാരണ മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ, കാരണം ഏറ്റവും എന്തു തന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് കുഴപ്പമാകും, അതുകൊണ്ട് മിണ്ടണ്ട എന്ന് പറയുന്ന രീതിയിൽ സപ്രസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയാൽ അത് ദുരന്തമാണ്. അത് ഈ മോദി ഭരണം വന്ന ശേഷമാണ് അത് കൂടുതൽ പ്രകടമായിട്ട് താങ്കൾക്ക് ഈ സത്യത്തിൽ ഇത് ഇങ്ങനെ കയറി വരുന്നുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പണ്ട് മുതലേ ഉണ്ട്, പണ്ട് മുതലും പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ വളരെ കൂടുതലായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പം എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ താങ്കൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ദേശീയ തലത്തിൽ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടി വരണമെന്നോ അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു ഭരണകൂടം നമുക്കുണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തോട് നിന്നതും അതുകൊണ്ട് തന്നെയാണ്. ഞാൻ ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്ന കാര്യത്തിലാണ് നമുക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ നമ്മൾ ഒരു സെക്യുലറിസ്റ്റിക് ആറ്റിറ്റ്യൂഡിൽ സെക്യുലറിസം നിൽക്കുമ്പോൾ ഫാസിസം നമ്മളെ വിഴുങ്ങരുത് എന്നുണ്ടെങ്കിൽ
ഒരു മതേതര വിശ്വാസത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ദേശീയ തലത്തിൽ ഒരു മതേതര ബദലിനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ പിന്നെ കോൺഗ്രസ് ആണെങ്കിൽ CPM ഒക്കെ ആണെങ്കിൽ അതിൽ ദേശീയ തലത്തിൽ ഭാഗമാണ്. പക്ഷേ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ കാര്യങ്ങൾ വിഭിന്നമാണ്. ഇതെപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ സംഭവിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും, നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. നമ്മൾക്ക് പറയാൻ ഇപ്പോൾ കോൺഗ്രസ് ആയാലും LDF UDF ആയാലും LDF ആയാലും UPA ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് LDF നിന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു തിരുത്തലിൻ്റെ സ്പേസാണ് നമ്മൾ കാണുന്നത്. ആ തിരുത്തലിൻ്റെ സാധ്യത നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനുകൂടെ സ്പേസ് ഇല്ലാതെ വരുമ്പോഴേ നമുക്ക് ഭയമുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സംസ്ഥാന തലങ്ങളിൽ എപ്പോഴും വളരെ സിമ്പിളാണ്. ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ്റെ ഭാഗം എന്ന് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള പാർട്ടികൾക്ക് വളരെയധികം നീക്കുപോക്കുകൾക്ക് സാധ്യത ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഡൗൺ ടു എർത്ത് ആയിട്ട് വർക്ക് ചെയ്തു പോകുന്നത് ആ പ്രദേശത്തെ കുഞ്ഞു കുഞ്ഞു ആളുകളായിരുന്നു. അത്തരം കുഞ്ഞു കുഞ്ഞു ആളുകൾ കൃത്യമായിട്ട് ഒരു വലിയ പ്രസ്ഥാനമായി മാറുമ്പോൾ അത് ദേശീയതയുടെ ഭാഗമായിട്ടും ദേശീയതയ്ക്ക് വേണ്ടിയുള്ള ശ്രമവുമായിട്ടും മാറാം. അത്തരം ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം പ്രാദേശിക പാർട്ടികളുടെ ഒരു കടന്നുവരവ് തീർച്ചയായും ഒരു ജനാധിപത്യ വിശ്വാസത്തിനകത്ത് കൂടെ കൂട്ടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രാഹുൽ ഗാന്ധി വരുന്നു കേരളത്തിലേക്ക്. പുറത്ത് താങ്കൾ പറഞ്ഞതുപോലെ ഒരു സർക്കാർ രൂപീകരിക്കുന്ന സമയത്ത് ഒരു പിന്തുണയൊക്കെ കൊടുക്കും. മുമ്പ് UPA കാലത്തൊക്കെ അത് നമ്മൾ കണ്ടതുമാണ്. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് പ്രതിരോധിക്കുന്നത് CPM രാഹുലിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ. സ്വാഭാവികമായും ഇവിടെ LDF-ഉം UDF-ഉം തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം. പക്ഷെ ആ പ്രതിരോധത്തിന്റെ ഭാഷയിൽ ഒരു വലിയ രീതിയിൽ BJP-യുടെ ഒരു സ്വരം എവിടെയൊക്കെയോ കടന്നു വരുന്നത്. രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും എൻ്റെ ഒരു വിശ്വാസത്തിനകത്ത് ഇവിടെ വന്ന് മത്സരിക്കരുതായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം രാഹുൽ ഗാന്ധി CPM-നോടല്ല ഫൈറ്റ് ചെയ്യേണ്ടിയിരുന്നത്, അദ്ദേഹം BJP-യോടായിരുന്നു ഫൈറ്റ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പം അത്തരം ഒരു BJP ഓറിയൻറ്റഡ് ആകുന്ന പ്രദേശങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടതുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം പക്ഷേ എന്നാൽ പോലും ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ജയിക്കണം എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് കാണുന്നത്. കാരണം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു അദ്ദേഹം കൂടെ ചേർന്നിട്ടുള്ള, കാരണം അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാനെങ്കിലും ഉള്ള ആളുകൾ ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു തോന്നലിൻ്റെ ഒരു ഷെയറിങ് അതിനകത്ത് ഞാൻ കാണുന്നില്ല. അപ്പം ഇവിടെ ഉള്ളതും ഇപ്പം ഇവിടെ വന്നിട്ടുള്ള സ്ഥിതി വെച്ചുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് വേണമെങ്കിൽ പറയണമെങ്കിൽ അതൊരു വേറെ തരത്തിലുള്ള ഡിബേറ്റിംഗ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രാദേശിക രാഷ്ട്രീയത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും നിന്നു പോകുന്ന ഒരു വഴിയുണ്ട്. കാരണം കേരളത്തിൽ എപ്പോഴും എല്ലാ കാലത്തും LDF UDF ആയിരുന്നു ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചേരിതിരിവ് എല്ലാ കാലത്തും ഈ പറയുന്ന പാർലമെന്റ് ഇലക്ഷനായാലും അസംബ്ലി ഇലക്ഷനായാലും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ഇനിയിപ്പം ഞാൻ ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് വരികയാണ്. താങ്കൾ ഇവിടുത്തെ ഒരു വോട്ടറാണല്ലോ. ഇപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ ശക്തമായ ത്രികോണ മത്സരമാണ് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു. പക്ഷേ ഇലക്ഷനോട് അടുക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട്. പ്രത്യേകിച്ചും BJP കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ഥലം. രണ്ട് സ്ഥലങ്ങളെ അതിനകത്ത് വലിയ തോതിലൊന്നും ഞാൻ BJP-യുടെ നിയമം എന്തായിരുന്നു സംഭവിച്ചത്, കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് അസംബ്ലി ഇലക്ഷനിലെ നിയമത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വലിയ ഇതല്ല. കാരണം ഈ 3 പേർക്കും കൃത്യമായ ഒന്നാമത് 7 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 7 സ്വഭാവത്തിലുള്ള രീതിയിലുള്ള മനുഷ്യന്മാരുണ്ട് ഇവിടെ. കാരണം കടപ്പുറത്ത് ആൾക്കാരല്ല, എഴുതിൻ്റെ ഇടയിലേക്ക് വരുമ്പോൾ നഗരത്തിലേക്ക് വരുമ്പോൾ നഗരത്തിന് തൊട്ടപ്പുറത്തേക്ക് മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന ആളുകളുടെയും സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. അപ്പം ഈ വ്യത്യാസങ്ങൾ അവരുടെ മനസ്സിലുള്ള പ്രസ്ഥാനത്തേക്കും അവരോടുള്ള താല്പര്യങ്ങളെ മാറ്റിക്കൊണ്ടുപോകും. ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഉണ്ടെങ്കിൽ തന്നെ ഒരു വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2% വേരിയേഷനിലായിരിക്കും ഇപ്രാവശ്യത്തെ ഇലക്ഷനകത്ത്. നമ്മൾ പറയുന്നത് 45% അല്ലെങ്കിൽ 50% പേര് വോട്ട് ചെയ്താൽ അത് ഇതിനകത്ത് വിജയം എന്ന് പറയുന്നത് ഈ 50% കിട്ടുന്നതിനകത്ത് ഒരു 48, 46, 47 എന്നൊക്കെ പറയുന്ന പോലെയുള്ള ലെവലിലായിരിക്കും ഓരോ പാർട്ടികൾക്കും കിട്ടാവുന്നത്. അത്തരമുള്ള ചെറിയ കണക്കിൻ്റെ പുറത്തായിരിക്കും ഇപ്രാവശ്യത്തെ വിജയം എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ഈ ശബരിമല പോലെയുള്ള വിഷയങ്ങൾ ഇവിടെ ഈ മണ്ഡലത്തിൽ അത് സ്വാധീനിക്കും. പ്രത്യേകിച്ച് ജാതി സമവാക്യങ്ങളും അങ്ങനെ വോട്ടുകൾ കൂടുതലൊരു സ്ഥലം കൂടിയാണല്ലോ. അങ്ങനെ പ്രതിഫലിക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ വിശ്വാസങ്ങളുടെ പുറത്തു നിന്നുകൊണ്ടാണല്ലോ കാര്യങ്ങൾ പറയുന്നത്. ഈ വിശ്വാസങ്ങളുടെ അവസ്ഥകളെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവം എന്താണെന്ന് അറിഞ്ഞാൽ, ഇവിടുത്തെ വിശ്വാസങ്ങളുടെ രീതികൾ എന്താണെന്ന് അറിഞ്ഞാൽ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ CPM ഗവൺമെൻറ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. പിന്നെ ആവശ്യാനുസരണം ഇവിടെ പറയാം, അവിടെ പറയില്ല, അവിടെ അപ്പുറത്ത് പോയിട്ട് പറയാം എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ഓരോ കാര്യത്തെയും വിശ്വാസത്തെയും പൊളിറ്റിക്കലൈസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ആ പൊളിറ്റിക്കലൈസേഷൻ
ചിലപ്പോൾ ചിലയിടങ്ങളിൽ ചില ആളുകളുടെ ഇടയിൽ വേണമെങ്കിൽ സ്വാധീനിച്ചേക്കാം. പക്ഷേ ഞാനതിനെ കാണുന്നത് അതൊരു മൈനോറിറ്റി തന്നെയായിരിക്കും. അങ്ങനെ ഇപ്പം ഞാൻ താങ്കളൊരു ഇടത് അനുഭാവിയും ഒരുപാട് ഇടതുപക്ഷ പ്രചാരണ വേദികളിലൊക്കെ സജീവമായി പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ശബരിമല വിഷയത്തിൽ അത് ഈ അവസാന സമയമാകുമ്പോഴേക്കും വലിയ രീതിയിൽ BJP അത് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ട വിധത്തിൽ ഇടതുപക്ഷം പ്രതിരോധിക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം മോദി പറഞ്ഞതിന് മാത്രമാണ് പിണറായി മറുപടി നൽകിയത്. നമ്മൾ ഒരു കാര്യമുണ്ട്, ഈ ഇലക്ഷൻ കമ്മീഷൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളതിനെ അനുസരിച്ച് വേണം നമ്മൾ പോകാൻ. അതുകൊണ്ട് മാത്രമാണ്, ഭയത്തിന്റെ പുറത്തൊന്നുമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനങ്ങളുണ്ട്. നമ്മൾ എന്ത് അരുത് എന്ത് ആവാം എന്ന് പറയുന്നത് വെറുതെ അൺനെസറി ഉണ്ടാക്കിയെടുക്കുന്ന അത് ശരിക്കും പറഞ്ഞാൽ ഭിന്നിപ്പിക്കുന്നതിന്റെ തോത് കൂട്ടുകയേ ഉള്ളൂ. ഞാനത് ആ ഒരു അർത്ഥത്തിൽ LDF വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് കാര്യങ്ങൾ കാണുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം ഇവിടുത്തെ വോട്ടർമാർക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഒരുപാട് നന്ദി ശ്രീ മധുപാൽ, ഞങ്ങളോടൊപ്പം വോട്ട് വഴിയിൽ പങ്കുചേർന്നതിന്. താങ്ക് യു.